നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവായിരുന്നു. മൊത്തം കുഴപ്പമില്ലെണ്ണ വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. എന്താ ഉറക്കം വരുന്നു. ഈ സത്യസന്ധത ഒരിക്കലുമില്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട. എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യം. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ പട്ടി. ആരോഗ്യത്തിന് ഒരു കുറവില്ല, കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട്. ധമനികളിൽ 75% ബ്ലോക്ക്, ഒപ്പം കാലിൽ അൾസർ. സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. സിദ്ധനാ, മഹാസിദ്ധൻ. ഉപജീവന മാർഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത്. അനാവശ്യം പറയരുത്. പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ്.